ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ്ടെ അനുവാദത്തോട് കൂടിയിട്ട് വിക്രമിൻ്റെ ഒരു വീട് വൃത്തിയാക്കാൻ തുടങ്ങാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് വൃത്തിയാക്കാണ്. അപ്പോൾ ആദ്യം കരിയും ഇതൊക്കെ ഉറച്ചൊക്കെ കളയുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിനെ വിളിച്ചു വരുത്താണ് കേട്ടോ വേദ. അപ്പോൾ എന്താ വേതാളം എന്ന് ചോദിക്കുമ്പോൾ ഇതേ സാമ്യാണ് കേട്ടോ, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ വേതാള വനിതാ രത്നമേ എന്താണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ അച്ഛൻ പറഞ്ഞു ഊണ് കഴിക്കാൻ വരാൻ പറഞ്ഞു കേട്ടോ. എന്നോടോ? ആ അതെ, എന്നോട് ഉണ്ണാൻ വരാൻ തന്നെയാണോ പറഞ്ഞത്? വിക്രത്തിന് അത്ഭുതമാവാണ് കേട്ടോ, കാരണം അങ്ങനെയൊന്നും പറയൂലല്ലോ. അങ്ങനെ വിക്രം വേഗം തന്നെ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. എത്തുന്ന സമയത്ത് വീടിൻ്റെ കരി മുഴുവനും തേച്ച് ഉരച്ച് വൃത്തിയാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇനി പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിക്രം ഇത് കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അച്ഛൻ സമ്മതിക്കാതെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയാണ് അതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീടിൻ്റെ ഉള്ളൊക്കെ വിക്രമും വേദയും അതുപോലെ നമ്മുടെ നന്ദിനി, ശ്രീജയും വിശ്വനൊക്കെ കൂടിയിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നന്ദിനിക്ക് താല്പര്യമൊന്നുമില്ല, അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനാണ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫർണിച്ചറൊക്കെ മാഷ് പറഞ്ഞതുപോലെ കോണി റൂമിൽ ഉണ്ടായിരുന്ന ഫർണിച്ചേഴ്സൊക്കെ കൊണ്ട് ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇടാണ് കേട്ടോ. ശരിക്കും ഒരു പുതിയ വീടാക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ് വേദ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ വിക്രം വേദം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വിനായകനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം അച്ഛനോട് പറയണം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇപ്പം ഞാൻ മാലയിട്ടതിന് ശേഷം കുറച്ച് സന്തോഷം ഒക്കെ ഈ വീട്ടിലുള്ളവർക്ക് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സന്തോഷം ഇല്ലാതാക്കണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാലയിട്ട് മല്ല ചവിട്ടി വന്നതിന് ശേഷം ശ്രീനിവാസൻ്റെ കൂട്ടിൽ നിന്ന് മുഴുവനായിട്ടും വേർപെട്ട് പോരാന്ന് എനിക്ക് വാക്ക് തരണം, അങ്ങനെയാണെങ്കിൽ പറയൂല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിക്രവും വേദയും കൂടിയിട്ട് എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുകയും ആൽത്തറയിലിരുന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം വാസവനും ശ്രീകാന്തും കൂടിയിട്ട് പ്ലാൻ ഇടാണ്. ഈ ഒരു സമയത്ത് വിക്രത്തിനെ അടിക്കാനായിട്ട് എളുപ്പമാണ്, കാരണം മാലിട്ടിരിക്കല്ലേ. അങ്ങനെ ശ്രീനിവാസൻ്റെ അല്ല, നമ്മുടെ വാസവൻ്റെയും ശ്രീകാന്തിൻ്റെയും ആഗ്രഹപ്രകാരമാണ് നമ്മുടെ അഭിലാഷും കൂട്ടരൊക്കെ വന്നു കഴിഞ്ഞിട്ട് വിക്രമത്തിനെ തല്ലിച്ചതയ്ക്കുന്നത്. അങ്ങനെ വേദയാണ് കേട്ടോ വിക്രത്തിന് മേലെ അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് വിക്രത്തിൻ്റെ മേലെ കെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രമുഖ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചമ്മ വരുന്നുണ്ട്. അച്ചമ്മ വരുമ്പോഴും കുറേ മാറ്റങ്ങൾ വിക്രമിൻ്റെ ജീവിതത്തിലും വേദയുടെ ജീവിതത്തിലും അതുപോലെ മാഷിൻ്റെയും വിക്രത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ട്.